മഴയുള്ള രാത്രി പോകുന്നു. അതെ, അങ്ങനെ മഴയുള്ളൊരു രാത്രിയിൽ ഞങ്ങൾ നേരെ കിഴക്കമ്പലത്തേക്കാട്ട വെച്ച് പിടിക്കണേ. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ, വേറെ ഒന്നിനുമല്ല. ഇന്ന് നമ്മുടെ ദേവൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്, 3ാം പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. അങ്ങനെ ദേ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ കുറച്ച് മോരുകറിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. പതിവ് പോലെ ഇന്നും മോരുകറി വെക്കുന്നത് നമ്മുടെ വിഷ്ണു ചേട്ടനായിരുന്നു കേട്ടോ. അപ്പം നല്ല കട്ട തൈരായതുകൊണ്ട് തന്നെ ജസ്റ്റ് അതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുലുക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതേ അങ്ങനെ ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നല്ല മോരുകറിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ബർത്ത്ഡേ ആയിട്ട് മോരുകറി മാത്രമല്ല കേട്ടോ, നല്ല സ്പെഷ്യലായിട്ടുള്ള ബീഫും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നാലെ നമ്മുടെ ആൻസിയാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ ദേ എല്ലാവരും കൂടിയിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ കൂടിയത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ പണ്ടത്തെ പോലെ കാണലും കാര്യങ്ങളൊന്നും ഇല്ല. ഇടയ്ക്ക് ഓരോ വിശേഷമൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവൂട്ടന് 3 വയസ്സായിട്ടോ. അങ്ങനെ അവർ കേക്കെല്ലാം മുറിച്ച് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കൂടി ആഘോഷിച്ചു കേട്ടോ. നല്ല കിടിലൻ കേക്ക് തന്നെയായിരുന്നു കേട്ടോ. ഇത് എവിടെ നിന്നാണ് മേടിച്ചെന്നോ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല, എങ്കിലും നല്ല ടേസ്റ്റ് ഉള്ളൊരു ചോക്ലേറ്റ് കേക്ക് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ധാരാളമായിട്ട് കഴിക്കാനൊക്കെ പറ്റിയേ. ചെറിയ രീതിയിൽ അവർ തന്നെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പരിപാടിയായിരുന്നേ. എല്ലാവരും നമ്മൾ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ, അങ്ങനെ പുറമേ നിന്നുള്ള ഒരാൾക്കാർ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബീഫിനുള്ള കാര്യങ്ങളൊക്കെ ഇത് റെഡി ആക്കിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ ദേ ഇഞ്ചി എന്നാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ ഇവിടെ ഒരുത്തിയാണെങ്കിൽ മൊബൈലിൽ നോക്കി പണിയാനെന്നുള്ളൊരു രീതിയിൽ വന്ന് കളിയാക്കിക്കൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കളിയാക്കി അവൾ പണിയാൻ വന്നിട്ട് വെറുതെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ദേ വീഡിയോ വന്നപ്പോൾ നമ്മുടെ കണ്ണഞ്ചേൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ദേ നമ്മുടെ അമലുണ്ട്, അഖിൽ ചേട്ടനുണ്ട്, പിന്നെ കുട്ടനുണ്ട്, വിഷ്ണു ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് അഖിൽ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളം ഇല്ലാണ്ട് എന്ത് ആഘോഷമല്ലേ, അവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം അവരും കണ്ടുമുട്ടി. അവർക്കിടെ ലോകം എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ അവർ എന്തൊക്കെയോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ അതൊക്കെ കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ ആൻസി എന്നെ രഹസ്യമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആൻസി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. വീണ്ടും ഒന്ന് മുറിയിലേക്ക് ചെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ 5ഉം വാണിയും കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ബീഫും ഉരുളക്കിഴങ്ങും കൂടി വെച്ച നല്ല കിടിലൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല നെയ്യിൽ കുറുകിയ ചാറോട് കൂടിയുള്ള ബീഫ് കറി ആയിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, ഒരു രക്ഷയുമില്ല കേട്ടോ. പണ്ടെങ്ങാണ്ടോ കഴിച്ച ഒരു ബീഫ് കറിയുടെ അതേ ടേസ്റ്റ്. ഇതിനിടയ്ക്ക് നമ്മുടെ സുക്കുടുതേ ഹൾക്കൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപാടിയെല്ലാം തീർന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ പോട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.